എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്ന് നമ്മുടെ ശാലിനിയുടെയും ശിവന്റെയും അടിപൊളി സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ മറക്കാതെ എപ്പിസോഡ് എല്ലാവരും കാണുക. അങ്ങനെ നമ്മുടെ സുസ്മിതേനെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ സുസ്മിത അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിലേക്ക് ചെല്ലുകയാണ് എന്തോ ഫയലൊക്കെ ആയിട്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അയാളോട് പറയുകയാണെങ്കിൽ കുറച്ച് ഫയൽ ഇവിടെ വെച്ചിട്ട് അതൊക്കെ സൈൻ ഇട്ട് തരണേന്ന് പറയുകയാണ്. അപ്പൊ സുസ്മിത ഇരിക്കുകയാണെന്നൊന്നും മിണ്ടാത്തേന്ന്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആരാ? ജയദീപ്. അപ്പൊ ജയദേവ് നീയോ? അതെ, ഞാൻ തന്നെയാണ്. ബോർഡ് കണ്ടില്ലേ, ഞാൻ തന്നെയാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. പിന്നെ അപ്പൊ പറയും, നീ ഇവിടെ നിന്നെ ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയുന്നത്. നീ വിളിക്ക്, പക്ഷെ ആദ്യം അകത്ത് പോകുന്ന നീ തന്നെ ആയിരിക്കുന്നു പറയും. അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം വിട്ടാൽ അങ്ങനെ തന്നെ വേണം. പറ്റുമെങ്കിൽ കൂടെ നിൽക്കുക, ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാന്ന് പറയേ. അങ്ങനെ അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാമി അതുവഴി വരുന്നത്. പെട്ടെന്ന് തന്നെ ജയദേവ് സംസാരം മാറ്റുവേ. എന്നിട്ട് ഈ ഫയൽ എടുത്ത് പറയാ, ഇതിന്റെ ഒരു 40% ഇവിടത്തേക്ക് 60. അപ്പൊ ഈ സാമി ജയദേവിന്റെ പെരുമാറ്റം കാണുമ്പോൾ ഇഷ്ടപ്പെടും. അങ്ങനെ സാമി വരും, രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് തൊഴും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സാമി അങ്ങ് പോകുകയെ. പിന്നീട് ജയദേവ് പറയും, നീ ഇന്നലെ പോയത് എവിടെയാണെന്ന് എനിക്കറിയാം, ആ വിഷ്ണുവിന്റെ വീട്ടിലല്ലേ, നിനക്ക് വേറൊരു പണിയുമില്ലേ? നീ അതൊക്കെ വിട്ടിട്ട് നല്ല മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. നീ എന്തിനാ അവരുടെ പുറകെ നടക്കുന്നത്? ലാസ്റ്റ് വിഷ്ണു തന്നെ നിന്റെ അടുത്ത് വന്ന് നിന്നെ ഇല്ലാതാക്കും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് എന്നുള്ള രീതിയിൽ പറയേ. അപ്പൊ സുസ്മിതയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, ഇവനെ കൊടുക്കാനും പറ്റത്തില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ സുസ്മിത ആകെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ട് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ശാലിനിയും ശിവനും കൂടെ യാത്ര തുടങ്ങിയാണല്ലോ. അങ്ങനെ അവർ രേഷ്മയുടെ അടുത്ത് എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ശാലിനി പോയി പറയുന്നു, ചിതാഭസ്മം കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ചിതാഭസ്മം കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത്, ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് താഴേക്ക് വീഴും. പെട്ടെന്നാണ് ശിവനാണ് അത് കയ്യിൽ എടുത്ത് കൊടുക്കുന്നത്, പൊട്ടിപ്പോകാതെ. അങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ശാലിനി അതുമായി വണ്ടിയിൽ കയറുന്നു. പിന്നീട് ശിവൻ രേഷ്മയോട് പറയുന്നു, അച്ഛനെ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് മധുരമൊക്കെ കൊടുക്കാട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ പിന്നെ എന്നിട്ട് ശിവൻ പറയാം, അതെ, ഈ സാധനം ഞാൻ 2 പ്രാവശ്യമായി സംരക്ഷിക്കുന്നു, ഒന്നും ഓർമ്മയില്ല, നമ്മുടെ കളക്ടർ ഓഫീസിൽ വെച്ചിട്ട് വീണ്ടും ഇവിടെ നിന്ന്. അപ്പൊ രേഷ്മ ഇങ്ങനെ പതുക്കെ പറയാം, അത് വിഷ്ണുവിന്റെ ഹൃദയം ഇരിക്കുന്നിടത്തോളം കാലം വിഷ്ണു തന്നെ അത് സൂക്ഷിക്കേണ്ടതെന്ന്. അപ്പൊ ശിവൻ ചോദിക്കും, എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലെന്ന് പറയേ. അങ്ങനെ ശിവൻ അവിടുന്ന് വണ്ടിയിൽ കയറി അവരെ യാത്ര തുടരുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശാരദാമ്മയുടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ ശാരദാമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. അങ്ങനെ പൂജാമുറിയിൽ കയറി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവർക്കൊരു ആപത്തും വരരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു, ദൈവമേ എന്തെങ്കിലും വഴിമുടക്കാനുള്ള വഴികൾ അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ശാലിനിയും ശിവനും കൂടെ വണ്ടിയിൽ യാത്ര തുടരുന്നു. അങ്ങനെ ഇവര് യാത്ര തുടരുന്ന സമയത്ത് ശിവൻ പറയും, നമുക്ക് ഒരുപാട് യാത്രകൾ ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുക, ഇത് വിഷ്ണുവിന്റെ ചിതാഭസ്മം അല്ലേ എന്ന് ചോദിക്കും. പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ മതി, വല്ല പോലീസുകാരും നമ്മളെ നിർത്തി ചോദ്യം ചെയ്താൽ രണ്ടുപേരും ഉത്തരം പറയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാന്ന് പറയാം. അപ്പൊ ശാലിനി പറയാം, അത് കളക്ടറല്ലേ കൂടെയുള്ളത്, കളക്ടറോടെ ചോദിക്കത്തുള്ളൂ, ഡ്രൈവറോട് ചോദിക്കത്തില്ലെന്ന് പറയേ. അപ്പൊ പറയാം, എന്തായാലും താൻ ചോദിച്ചല്ലേ, ഇത് വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മം തന്നെയാണ്, ഇത് പാവനാശിനിൽ ഒഴുകാൻ വേണ്ടിയാണ് പോകുന്നത്, ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണോ എന്ന് ചോദിക്കുക. അപ്പൊ ശിവൻ പറയും, വേണ്ട, വേറെ ഒന്നും അറിയണ്ട എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ അവരൊരു റോഡിന്റെ അവിടെ എത്തുമ്പോഴത്തേനും റോഡ് ക്ലോസ്ഡ്, മാറിപ്പോകാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ശിവൻ തിരിച്ച് മാറി പോവുകയാണ്. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പൊ ശാലിനിയാണ് വല്ലാത്തൊരു വിഷമത്തിലാണുള്ളത്. അങ്ങനെ യാത്ര തുടർന്ന് പോകുന്ന വഴിയിൽ ഇവരുടെ വണ്ടിയെ ഫോളോ ചെയ്ത് ഒരു 2 പേര് ഇങ്ങനെ വരുന്ന ശിവൻ കാണുവേ. അങ്ങനെ ഇവരൊരു കാട്ടിലൊക്കെ അകപ്പെടുന്നുണ്ട്. കാട്ടിൽ അകപ്പെടുമ്പോ അവിടെ ഒരാൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. അങ്ങനെ ഒരു വീട്ടിലൊക്കെ ഇവര് താമസിക്കുന്നു. അതിന്റെ ഇടയിൽ കുറെ ഗുണ്ടകള് പുറത്തു വരുന്നു. ഇത് ആരുടെ പണിയാണെന്നും അറിയത്തില്ല. എന്തായാലും കുറെ പേര് അവിടെ വരുന്നു. അപ്പൊ ശാലിനി ശിവനും ഒരുമിച്ച് ഒരു സ്ഥലത്ത്, അതിന് നാളെ വലിയ വാർത്തയാകുമോന്നോ, ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും ശിവൻ ശാലിനിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ എന്തായാലും ശാലിനിക്ക് ശിവനോടുള്ള സ്നേഹവും കരുതലും ഇനി അങ്ങോട്ട് നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും. അപ്പൊ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക്